ഹലോ. അങ്ങനെ നമ്മുടെ ഈ വർഷം ഇവിടെ അവസാനിക്കാൻ പോവുകയല്ലേ. നമ്മളെല്ലാവരും 2026 വേണ്ടി വെയിറ്റ് ചെയ്യണല്ലേ. അങ്ങനെ നമ്മുടെ 2025 നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഡ്രീംസും ഒക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞോ? നമ്മൾ നേടിയെടുത്തോ? മേ ബി ചിലർക്ക് നേടിയെടുത്തിരിക്കാം അല്ലേ. പക്ഷേ നേടിയെടുക്കാൻ പറ്റാതെ പോയി ചിലരുണ്ടാകും. ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനിയും ഒരുപാട് വർഷങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണല്ലേ. സോ അങ്ങനെ വിചാരിക്കേണ്ട, നമുക്ക് 2026 അത് നമുക്കൊന്ന് ഉഷാറാക്കി എടുത്താലോ അല്ലേ. അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ടിപ്സ് ചെയ്താലോ. അതിനുവേണ്ടി നമുക്കൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. എന്താണ് വിഷൻ ബോർഡ്? വിഷൻ ബോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2026 നമ്മൾക്ക് നേടിയെടുക്കേണ്ട നമ്മുടെ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഡ്രീംസ്, നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം വേണമെങ്കിൽ അത്, സേവിങ്സ് വേണമെങ്കിൽ അത്, നല്ലൊരു ജോബ് സിമ്പിളായിട്ട് നമുക്ക് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു വിഷൻ ബോർഡായിട്ട് ക്രിയേറ്റ് ചെയ്ത് സെർച്ച് ചെയ്യാം. അതിന് സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു ബോർഡ്, നമുക്കതെങ്ങനെയാണ് അതിൻ്റെ ഐഡിയ കിട്ടും. അതിനനുസരിച്ച് നമ്മുടെ വിഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഫോണിൻ്റെ വാൾപേപ്പറായിട്ടോ നമ്മളെപ്പോഴും കാണുന്ന രീതിയിൽ, അതായത് നമ്മുടെ ബെഡ്റൂമിലോ എവിടെ വേണമെങ്കിലും അതൊന്ന് ജസ്റ്റ് നമുക്ക് കാണുന്ന രീതിയിൽ വെക്കുക. സോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ. എന്നാൽ നമുക്ക് നമ്മുടെ 2026 എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാവർക്കും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ ബൈ.